നമുക്കൊന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകണം. അവിടെ CPI അനുകൂല സംഘടനകളുടെ രാപ്പകൽ സമരത്തിലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനാണ് ഈ കേസ്. പെൻഷൻ സംരക്ഷണത്തിനായി CPI അനുകൂല സംഘടനകൾ നടത്തുന്ന രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയും റോഡും കയ്യേറിക്കൊണ്ടായിരുന്നു. സുനിഷ അയ്യല്ലൂർ അവിടെ നിന്ന് ചേരുകയാണ്. സുനിഷ, സെക്രട്ടേറിയറ്റിന്റെ മുൻവശം എന്ന് പറയുന്നത് സമരം ചെയ്യാൻ എന്തോ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കേന്ദ്രം പോലെയാണ്. ഏത് പാർട്ടിയുടേതായാലും ഏത് സംഘടനയുടേതായാലും ആളുകൾ അവിടെ കയറി വരികയും സമരം ചെയ്യുകയും നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPIയുടെ സമരത്തിൽ കേസ് വന്ന വഴി ഏതാണ്? സുജയ, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഈ CPIയുടെ സമ്മേളനം, CPIയുടെ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരം നടക്കുന്നത് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടാകുന്നു. ഒരുപക്ഷെ വഞ്ചൂരിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് ഇവിടെ ഈ ഗതാഗതത്തിനും ഈ കാൽനടയ്ക്കും അടക്കം വലിയ തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വരെയാണ് ഈ നടപ്പാതയുള്ളത്. നടപ്പാതയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ്. അത് ഭാഗം വരെ സാധാരണ രീതിയിൽ ഈ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സമരം നടക്കുന്ന സ്ഥലമാണ്. അതിനുശേഷം കുറച്ച് ഭാഗം കൂടി, ഈ റോഡിന്റെ കുറച്ച് ഭാഗം കൂടി ഈ സമരത്തിന്റെ ഭാഗമായി, പ്രതിഷേധത്തിന്റെ ഭാഗമായി അതായത് ഒരു 2 റോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതായത് റോഡിന്റെ വശത്ത് ഇട്ടിരിക്കുന്ന ലൈൻ വരെ നീട്ടിയിരിക്കുകയാണ്. അതായത് 2 റോ കസേര കൂടി ഇടാൻ പാകത്തിൽ നടപ്പാത കഴിഞ്ഞ് ആ സമരപന്തൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ സുജി, അത് തന്നെ. അതായത് ഇവിടെ വരെയാണ് സാധാരണ നടപ്പാതയുള്ളത്. അതിനുശേഷം ഏകദേശം ഒരു 3 കസേരയ്ക്ക് ഇടാനുള്ള പാകത്തിൽ ഇവിടെ കൃത്യമായി ഇത് വിരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്തത്. അതായത് ഇത്തരത്തിൽ ഈ റോഡ് കയ്യേറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഇത് വലിയൊരു പ്രതിഷേധമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപ്പാത പൂർണ്ണമായും ഒരു വലിയ രീതിയിൽ തന്നെ നടപ്പാത കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നടപ്പാതയുടെ ഒരു വലിയ ഭാഗം തന്നെ ഇവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇതിലൂടെ നടക്കാനുള്ള വലിയൊരു പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. സുജി പറഞ്ഞതുപോലെ തന്നെ സാധാരണ രീതിയിൽ പലപ്പോഴും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഈ നടപ്പാത കയ്യേറി നടപ്പാതയിൽ തന്നെയാണ് പന്തല് കെട്ടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ ദിവസം മഞ്ചൂരിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ വിമർശനം അടക്കം വന്നൊരു പശ്ചാത്തലത്തിൽ അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വരുന്നത് എന്നതാണ് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാക്കുന്നത് എന്നതാണ്. അല്ലാത്ത രീതിയിൽ നേരത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. വാഹനങ്ങൾക്ക് പോകാനുള്ള വഴി ഒരുക്കാറുണ്ട്. ചില നേരങ്ങളിൽ ഈ റോഡ് പൂർണ്ണമായും ഈ ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് സമ്മേളനം അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സമ്മേളനത്തിന്റെ ഭാരവാഹികൾ ഈ കോടതി വിമർശനം വന്നു. മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണിത് സുനിഷ. പക്ഷേ അത് വഴി നടക്കുന്നവന്റെ അവകാശം മുടക്കിക്കൊണ്ടാണ് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നതും ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നതും. ഇതിന്റെ സംഘാടകരുടെ ഒരു പ്രതികരണം അറിഞ്ഞാൽ നന്നായിരുന്നു. എന്തുകൊണ്ടാണ് കോടതി വിമർശിച്ചിട്ടും ഈ സമരം ഇവിടെ തന്നെ തുടരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്? അതോ സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് എന്തുമാകാമെന്നാണോ? തീർച്ചയായിട്ടും സുജിയ, നമ്മൾ അവരുടെ പ്രതികരണം കൂടി തേടുന്നതാണ്. ജോയിന്റ് കൌൺസിൽ സെക്രട്ടറി ജയചന്ദ്രൻ ഇവിടെയുണ്ട്. ചേട്ടാ, നേരത്തെ ഈ കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. ആളുകളെ കയ്യേറിക്കൊണ്ട് അല്ലെങ്കിൽ റോഡിൽ ഇത്രയും തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് സമരങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു സമരം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? അല്ല, ഇത് നമുക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമരം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മാത്രമാണ്. ഇവിടെയാണല്ലോ ഭരണസിരാ കേന്ദ്രം. അല്ലാതെ ഈ സമരം നമുക്ക് ഗാന്ധി പാർക്കിൽ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു സമര കേന്ദ്രമായി വരേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ സമരം ഇവിടെ നമുക്ക് നടത്താൻ കഴിയും. നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെയാണ്. ആ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വിളിക്കുള്ളൂ. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ ഉണ്ടെങ്കിൽ തരും. അത് കൂടുതലും കേന്ദ്ര ഗവൺമെന്റ് രാജ്ഭവൻ മുന്നിലേക്ക് പോകും. അതല്ലാതെ വേറെ മാർഗമില്ല. അല്ലെങ്കിൽ സർക്കാർ ഒരു സമര കേന്ദ്രം ഉണ്ടാകട്ടെ. അപ്പൊ ഈ പ്രശ്നം സോൾവ് ആവും. ഞങ്ങൾ നിയമത്തിന് ലംഘിക്കാൻ ഉദ്ദേശിച്ചല്ല ഈ സമരം. നമ്മുടെ ആവശ്യം പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്നലെ ഇന്നുമായി ഒഴുകിയെത്തിയ ജീവനക്കാരുടെ എണ്ണം അത് ഈ സമരത്തിന്റെ മുദ്രാവാക്യത്തിന്റെ ആവേശം ഉൾക്കൊണ്ടാണ്. അത് ഞാൻ ഈ നിയമലംഘനത്തിന് മറയായിട്ടൊന്നും പറയുന്നതല്ല. പക്ഷേ നിയമം ലംഘിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു ആൾക്കും തടസ്സമുണ്ടാകാത്ത രീതിയിൽ ഇന്ന് രാവിലെ
നിങ്ങൾ കണ്ടു കാണും. തടസ്സമുണ്ട് എന്നുള്ളതല്ല സുനിഷ, അവിടെ കോടതി നിർദ്ദേശമുണ്ട്, കേസെടുത്തിരിക്കുന്നു, എന്നിട്ടും സമ്മേളനം തുടരുന്നത് കോടതിയെ ലക്ഷ്യമല്ലേ? റോഡിനപ്പുറത്തേക്ക് മറ്റൊരു സംവിധാനം ചെയ്തു. 3 സംവിധാനം വഴിയാണ് നമ്മൾ ആളെ നിയന്ത്രിച്ചത്. നമ്മുടെ വോളണ്ടിയർമാർ ഇവിടെ കൈകോർത്ത് നിന്നുകൊണ്ട് ഈ ബാക്കി വാഹനങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നം, കോടതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേസും എടുത്തു കഴിഞ്ഞു, 100ഓളം പേർക്കെതിരെ, കണ്ടാലറിയുന്ന 100ഓളം പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ സമരം തുടരുന്നത് ശരിയാണെന്ന് തോന്നുന്നു. സമരം നേരത്തെയാണ് പ്രഖ്യാപിച്ചത്. സമരം നമ്മൾ അങ്ങനെ പ്രഖ്യാപിച്ച സമരത്തിന് വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. 36 മണിക്കൂർ ഹൈക്കോടതി ഉത്തരവിന് അപ്പോൾ പുല്ലുവിലയാണ്. ജീവനക്കാരോട് വാക്ക് പറഞ്ഞതാണ്. ആ ജീവനക്കാരുടെ അവകാശങ്ങൾ ചോദിക്കാൻ വേണ്ടി വാക്ക് പറഞ്ഞ സമരമാണ്. അതുകൊണ്ട് പിന്മാറാൻ കഴിയില്ല. ഹൈക്കോടതി ഉത്തരവിന് എതിരല്ലേ? ഉത്തരവിന് നമ്മൾ ഉത്തരവ് നമുക്കല്ല, അത് പൊതുവായ ഒരു മാനദണ്ഡമാണ്. ഉത്തരവിനെതിരെ നമ്മൾ ഹൈക്കോടതി ഉത്തരവിനെതിരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് പൊതുവായ ഒരു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. സുനിഷ, അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാണ്. കോടതി ഇപ്പോൾ പറഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, ജീവനക്കാരോട് വാക്കു പറഞ്ഞതാണ് എന്നതാണ് പറയുന്നത്. ഇതും കോടതി കാണുന്നുണ്ടാകും, ജഡ്ജസും ഇതൊക്കെ കാണുന്നുണ്ട്, ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം ഇപ്പോൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്ന ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് സംഘാടകരെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നു. രാപ്പകൽ സമരത്തിൽ കേസെടുത്തിട്ടും നിശ്ചയിച്ച അത്രയും മണിക്കൂർ സമരം നടത്തും എന്ന് പറഞ്ഞ് ഈ സമരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയോടുള്ള വെല്ലുവിളി തന്നെയാണ്.